സ്വർഗീയനാദം ശ്രവിക്കുന്ന എല്ലാ മാന്യ സ്നേഹിതർക്കും പ്രഭാത വന്ദനങ്ങൾ അറിയിക്കുന്നു. ഒരു പുതിയ ദിവസം കൂടെ ദൈവം നമുക്ക് സമ്മാനിച്ചിരിക്കുന്നുവല്ലോ. ഇന്നത്തെ ദിവസം എല്ലാവർക്കും അനുഗ്രഹകരമാകട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവം നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത് എത്ര അത്ഭുതകരമായിട്ടാണ്. ഓരോ ജീവികളെയും നോക്കുമ്പോൾ ദൈവം എത്രയോ അത്ഭുതകരമായിട്ടാണ് നമ്മെയൊക്കെ സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന് ചിന്തിക്കുവാൻ സാധിക്കും. ശരീരഘടന തന്നെ അതിന് വ്യക്തമായ ഉദാഹരണങ്ങളാണ്. ഓരോ ജീവിയുടെയും ശരീരഘടന നോക്കുക. ഒരു ജീവി തനിയെ ഉണ്ടായി വന്നതാണെങ്കിൽ ഒരിക്കലും ഇങ്ങനെ ഒന്നും സംഭവിക്കുകയില്ല എന്നുള്ളത് സ്പഷ്ടമാണ്. ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നാം ചിന്തിക്കുമ്പോൾ ഓരോ ജീവികളും അതിൻ്റെ ആരംഭത്തിൽ എങ്ങനെയാണോ സൃഷ്ടിക്കപ്പെട്ടത് അതേ രൂപത്തിൽ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. അതിൻ്റെ ശരീരഘടനയ്ക്ക് യാതൊരു വ്യത്യാസവും വന്നിട്ടില്ല. മനുഷ്യൻ്റെ കാര്യം തന്നെ എടുക്കുക. ആദമിനെ ദൈവം എങ്ങനെ സൃഷ്ടിച്ചുവോ അതേ ശരീരഘടന തന്നെയാണ് ഇപ്പോഴും മനുഷ്യനുള്ളത്. ശാസ്ത്രം പറയുന്നതനുസരിച്ചാണെങ്കിൽ കോടാനുകോടി വർഷങ്ങളുടെ ദൈർഘ്യമേറിയ കാലയളവുകൾക്കിടയിൽ സംഭവിച്ച വ്യതിയാനങ്ങളിലൂടെയാണ് ജീവജാലങ്ങൾക്ക് ഇന്നത്തെ രൂപം കൈവന്നത് എന്നവർ പഠിപ്പിക്കുന്നു. എന്നാൽ എന്തുകൊണ്ട് ശാസ്ത്രം പറയുന്ന ആ വ്യതിയാനങ്ങളുടെ ഒരു ചെറിയ കണിക പോലും ഇന്ന് കാണുവാൻ സാധിക്കുന്നില്ല? മനുഷ്യൻ നിരന്തരമായ വ്യതിയാനങ്ങൾക്ക് വിധേയനാവുകയാണെങ്കിൽ ഈ കാലത്തും വ്യതിയാനങ്ങളുടെ എന്തെങ്കിലുമൊക്കെ ലക്ഷണങ്ങൾ കാണേണ്ടതല്ലേ? അങ്ങനെയാണെങ്കിൽ മനുഷ്യർക്ക് പോലും വ്യതിയാനങ്ങൾക്കനുസൃതമായ വ്യത്യാസങ്ങളുള്ള മനുഷ്യരെ എവിടെയെങ്കിലുമൊക്കെ നാം കാണേണ്ടതല്ലേ? എന്നാൽ ഭൂമുഖത്തൊരിടത്ത് പോലും ശാസ്ത്രം പറയുന്നതനുസരിച്ച് വ്യതിയാനങ്ങൾ സംഭവിച്ച ജീവജാലങ്ങൾ കാണുന്നില്ല എന്നുള്ളത് ഒരു വാസ്തവമായ കാര്യമാണ്. അതുകൊണ്ട് തന്നെ പരിണാമവാദത്തിനോ സമാനമായ മറ്റ് ശാസ്ത്രശാഖകൾക്കോ ഓരോ ജീവജാലങ്ങളുടെയും ഉൽപ്പത്തിയെ സംബന്ധിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ നൽകുവാൻ സാധിക്കുന്നില്ല. അവ പരാജയപ്പെട്ടു പോയിരിക്കുന്നു എന്നുള്ളതും വ്യക്തമാണ്. മനുഷ്യൻ്റെ കാര്യം എടുത്തു നോക്കിയാൽ മനുഷ്യൻ്റെ ശരീരഘടന തന്നെ അത്ഭുതാവഹമാണ് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. വളരെ നിസ്സാരമായ ഒരു ഉദാഹരണത്തിലൂടെ ഞാനത് സമർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ കണ്ണിൻ്റെ പുരികമില്ലായിരുന്നു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ തലയിൽ നിന്ന് മിക്ക സമയങ്ങളിലും വിയർപ്പ് കണങ്ങൾ ഒഴുകി കണ്ണിലേക്ക് ഇറങ്ങുമായിരുന്നു. എന്നാൽ അതിനെ തടഞ്ഞു നിർത്തുന്നതിന് വേണ്ടി ഒരു കൺപുരികം അവിടെ വെറുതെ ഉണ്ടായി വന്നതല്ല. സൃഷ്ടിച്ച വലിയവനായ ദൈവത്തിൻ്റെ ഉദ്ദേശത്തിൽ തന്നെ വന്നിരിക്കുന്നതായ ഒരു ശരീരഭാഗമാണത്. ആ ശരീരഭാഗത്തിന് അതിൻ്റേതായിട്ടുള്ള ഒരു ഫംഗ്ഷനുണ്ട്, ഒരു ധർമ്മമുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ ദൈവം സൃഷ്ടിച്ചിട്ടുള്ളത്. അങ്ങനെ ശരീരത്തിൻ്റെ ഏതൊരു ഭാഗം നോക്കിയാലും ഓരോരോ ധർമ്മങ്ങൾക്കനുസരണമായിട്ടാണ് അവയവങ്ങളും ശരീരഭാഗങ്ങളും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് കാണുവാൻ സാധിക്കും. നമ്മുടെ കണ്ണ്, ചെവി, മൂക്ക്, നാക്ക്, ത്വക്ക് എന്നിങ്ങനെ പഞ്ചേന്ദ്രിയങ്ങളായിരുന്നാലും തലച്ചോറ്, ഹൃദയം, ശ്വാസകോശം തുടങ്ങിയ പ്രധാനപ്പെട്ട ആന്തരിക അവയവങ്ങളായിരുന്നാലും ഇവയുടെ എല്ലാം സ്ഥാനവും ഘടനയും അത്ഭുതകരമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മനുഷ്യ മസ്തിഷ്കം അഥവാ തലച്ചോറ് വളരെ മൃദുവായിട്ടുള്ളതാണ്. എന്നാൽ അതിരിക്കുന്നത് എവിടെയാണ്? വളരെ ഉറപ്പേറിയ തലയോട്ടിക്കുള്ളിൽ അതിനെ സൂക്ഷിച്ചിരിക്കുന്നു. അതേപോലെ തന്നെ ഹൃദയവും ശ്വാസകോശവും വാരിയലുകൾ കൊണ്ടുള്ള ഒരു കവചത്തിനുള്ളിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. അങ്ങനെ ശരീരത്തിൻ്റെ ഓരോ ഭാഗവും പരിശോധിച്ചാൽ എത്ര അത്ഭുതകരമായി ദൈവം നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നു എന്ന് സമ്മതിക്കേണ്ടതായിട്ടുണ്ട്. ഇതേ കാര്യം തന്നെ 139 സങ്കീർത്തനം 14 വാക്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിങ്ങനെയാണ്: ഭയങ്കരവും അതിശയവുമായി എന്നെ സൃഷ്ടിച്ചിരിക്കയാൽ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. ഭയങ്കരവും അതിശയവുമായി സൃഷ്ടിച്ചിരിക്കുന്ന ഈ ശരീരത്തിൽ ദേഹി അഥവാ പ്രാണൻ, ആത്മാവ് എന്നീ 2 ഘടകങ്ങൾ കൂടെ ഉള്ളതായി ദൈവവചനം നമ്മെ അറിയിക്കുന്നു. ഒരു മനുഷ്യൻ മരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രാണൻ അഥവാ ദേഹിയും ആത്മാവും ഒരുമിച്ച് ശരീരം വിട്ട് പുറത്തേക്ക് പോകുന്നു. ഈ ലോകത്തേക്കാൾ വിലയേറിയ ഈ ആത്മാവ് എവിടേക്ക് പോകുന്നു എന്നുള്ളത് ദൈവവചനം കൃത്യമായി നമ്മെ അറിയിക്കുന്നു. ആദ്യ മനുഷ്യനായ ആദം ദൈവത്തോട് അനുസരണക്കേട് കാണിച്ച് പാപം ചെയ്തത് നിമിത്തം ലോകത്തിലെ സകല മനുഷ്യരും പാപികളായി തീർന്നു. പാപത്തിൻ്റെ ശമ്പളമായ മരണം അഥവാ നിത്യമായ നരകാഗ്നിയിലേക്ക് അവൻ തള്ളപ്പെടുന്നു. എന്നാൽ ആ നരകാഗ്നിയിൽ നിന്ന് അവനെ രക്ഷിക്കുന്നതിന് വേണ്ടി കർത്താവായ യേശുക്രിസ്തു ഈ താണലോകത്തിലേക്ക് വന്നു കാൽവറി ക്രൂശിൽ അവൻ്റെ പാപം വഹിച്ചുകൊണ്ട് യാഗമായി അർപ്പിക്കപ്പെട്ടു. പരിപാവനമായ രക്തം ചിന്തി. ആ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് തൻ്റെ ആത്മാവിനെ നേടുവാൻ സാധിക്കും, സ്വർഗരാജ്യത്തിൻ്റെ അവകാശിയായി തീരുവാൻ സാധിക്കും. ആ നിലയിൽ യേശുക്രിസ്തുവിലൂടെ ദൈവരാജ്യത്തിൻ്റെ അവകാശിയായി തീരുവാൻ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. ദൈവനാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ. പാപാന്തകാരത്തിൽ ആണ്ടിരുന്ന
പതിതനായ മനുഷ്യനെ വീണ്ടെടുത്ത പാവന സ്നേഹത്തിൻ വചനങ്ങളുമായി സ്വർഗീയ നാദം, ദ ഹെവൻലി വോയിസ്. എന്നെയും നീ വീണ്ടെടുത്തു, എന്നാളും നിൻ സ്വന്തം ഞാൻ. നിസ്തൂലമാ നിൻ സ്നേഹത്തെ നിത്യവും ഓർത്തിടും ഞാൻ. പാടിയിടുന്നേ ഹല്ലേലൂയ, വാഴ്ത്തിയിടുന്നേ വന്ദിക്കുന്നേ. വല്ലഭാനിൻ തൃപ്പാദത്തിൽ വീണു ഞാൻ കുമ്പിടുന്നേ. വല്ലഭാനിൻ തൃപ്പാദത്തിൽ വീണു ഞാൻ കുമ്പിടും.